ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് മൈദയൊന്നും ചേർക്കാത്തൊരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. മൈദ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊണ്ടക്കം ഒന്ന് കറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണിത്. അപ്പോൾ ഇതിന് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് പല കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴമെല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിത് 1 കപ്പോളം ഗോതമ്പ് പൊടി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ദോശമാവും, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, നമ്മുടെ ഇതിനാവശ്യമായ മധുരത്തിനാവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസും ഇങ്ങനെ മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഈ മൈദ നമ്മുടെ ശരീരത്തിനൊട്ടും നന്നല്ലാത്ത സാധനമാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മൾ മൈദയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെ തിന്നാൽ ടേസ്റ്റ് കൂടുതലാണ്. തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതുപോലെ മുഴുവൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ പഴംപൊരിയെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൽ മൈദ നമ്മളൊട്ടും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ധൈര്യമായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാം.